എം.എൽ.എമാർക്ക് 2 ടേമിൽ കൂടുതൽ മത്സരിക്കാൻ അവസരം കൊടുക്കണ്ട എന്ന നയം മാറ്റാനൊരുങ്ങിയിരിക്കുകയാണ് CPM. ഭരണ തുടർച്ച ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു നീക്കം. 2 ടേം വ്യവസ്ഥയിൽ മാറ്റം വരുത്തുമെന്ന ചർച്ച CPM-ൽ സജീവമാണ്. 2 ടേം കഴിഞ്ഞവർ മത്സര രംഗത്തു നിന്നും മാറി നിൽക്കണമെന്ന വ്യവസ്ഥ കർശനമാക്കി കഴിഞ്ഞാൽ 25 എം.എൽ.എമാർ മാറി നിൽക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് വിജയ സാധ്യതയുള്ള എം.എൽ.എമാരെ 2 ടേം വ്യവസ്ഥ മറികടന്നും മത്സരിപ്പിക്കാൻ CPM ആലോചിക്കുന്നത്. കേരളത്തിൽ അധികാരം നിലനിർത്തുക എന്നത് തന്നെയാണ് ഇതിലൂടെ CPM ലക്ഷ്യമിടുന്നത്. CPM സംസ്ഥാന സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിയെങ്കിലും സമ്മേളനത്തിന് ശേഷം നിലവിൽ വരുന്ന സംസ്ഥാന സമിതി ഈ വിഷയം ഗൗരവമായി പരിഗണിക്കും. 2 ടേം എന്ന നിബന്ധന മാറ്റി 3 ടേം ആക്കുന്നതിനെ കുറിച്ചാണ് CPM-ൽ ആലോചന നടക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പിണറായി മന്ത്രിസഭയിൽ 2 ടേം പൂർത്തിയാക്കുന്ന 4 മന്ത്രിമാരാണ് ഉള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ വീണ ജോർജ്, OR കേളു എന്നിവർ MLA സ്ഥാനത്ത് 2 ടേം പൂർണ്ണമായി പൂർത്തീകരിക്കും. മന്ത്രി സജി ചെറിയാന് MLA സ്ഥാനത്ത് 2 ഊഴം ലഭിച്ചുവെങ്കിലും 2018-ലെ ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം സാങ്കേതികമായി 8 വർഷം മാത്രമാണ് MLA സ്ഥാനത്ത് പൂർത്തീകരിച്ചിട്ടുള്ളത്. ടേം വ്യവസ്ഥ കർശനമാക്കി കഴിഞ്ഞാൽ സ്പീക്കർ AN ഷംസീറും മാറി നിൽക്കേണ്ടി വരും. സജി ചെറിയാൻ മാറി നിൽക്കുന്നത് ചെങ്ങന്നൂരിലെയും VK പ്രശാന്ത് മാറി നിൽക്കുന്നത് വട്ടിയൂർക്കാവിലെയും സാധ്യതകളെ ബാധിക്കുമെന്ന് തന്നെയാണ് നിലവിലെ വിലയിരുത്തൽ. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും ഇടതുപക്ഷത്തിന് പ്രധാനപ്പെട്ടത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായി CPM ഭരിക്കുന്ന അഥവാ LDF ഭരിക്കുന്ന കേരളത്തിൽ UDF-ന് വലിയ വിജയസാധ്യതയാണ് UDF തന്നെ കാണുന്നത്. മാത്രമല്ല UDF 2026-ൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും ശേഷം മുഖ്യമന്ത്രി ആര് എന്ന് പോലും ചിന്തിക്കുന്ന തലത്തിലേക്ക് എത്തിയിരുന്നു. ഇത് CPM-നെ യഥാർത്ഥത്തിൽ വലിയ തരത്തിൽ അലോസരപ്പെടുത്തിയിരുന്നു, ഭയപ്പെടുത്തിയിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ സംബന്ധിച്ച് കനത്ത പരാജയം ഏൽക്കേണ്ട സാഹചര്യം വന്നിരുന്നു. വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധത അത് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യവും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് പ്രധാനപ്പെട്ടത് തന്നെയാണ്. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അവലോകന യോഗത്തിലെല്ലാം തന്നെ ഇടത് സർക്കാരിൻ്റെ നയങ്ങളെക്കുറിച്ച് ഘടക കക്ഷികളിൽ നിന്ന് പോലും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. പ്രധാന ഘടക കക്ഷിയായ CPI-യുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടികളെക്കുറിച്ചും സ്വീകരിച്ച ചില നിലപാടുകളെല്ലാം തന്നെ തെറ്റാണ് എന്ന് മുഖത്തടിച്ച് പറയുന്ന സമീപനമുണ്ടായിരുന്നു. NCP-യുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും കനത്ത വിമർശനം യഥാർത്ഥത്തിൽ CPM-ന് ഏൽക്കേണ്ടി വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ ചില നയങ്ങൾ, മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ പോളിസികൾ, മുഖ്യമന്ത്രിയുടെയും പോലീസുകാരുടെയും ചില നടപടിക്രമങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. മാത്രമല്ല ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടാണെങ്കിലും സാമ്പത്തിക ഞെരുക്കവുമായി ബന്ധപ്പെട്ടാണെങ്കിലും നിരവധി വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെ ഏൽക്കേണ്ടി വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ എത്തി നിൽക്കുമ്പോഴും വലിയ തരത്തിലുള്ള മാറ്റമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നൽകുന്ന സൂചന. ഒരർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ വിജയിച്ചുവെങ്കിലും ഒരർത്ഥത്തിൽ CPM-ന്റെ വോട്ടിൽ വലിയ തരത്തിലുള്ള ചോർച്ച ഉണ്ടാകുന്നുണ്ട് എന്ന് CPM പോലും സമ്മതിക്കുന്നുണ്ട്. CPM-ന് അകത്ത് നടക്കുന്ന യോഗങ്ങളിലെ രേഖകളിൽ പോലും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. CPM വോട്ടുകൾ BJP-യിലേക്ക് ചേക്കേറുന്നു എന്നുള്ള ആശങ്ക പോലുമുണ്ട്. എന്നാൽ അതേസമയം 2026-ലെ തെരഞ്ഞെടുപ്പിനെ ഏറെ നിർണായകമാക്കുന്ന മറ്റൊരു ഘടകം എന്നത് BJP സംസ്ഥാനത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ചരിത്രത്തിലാദ്യമായി ഒരു ലോക്സഭാ സീറ്റ് കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നിയമസഭയിൽ ഇടം പിടിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലും ഇടം പിടിച്ചിരിക്കുകയാണ്. BJP-യുടെ വളർച്ച നാളുകൾ തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കോൺഗ്രസിനെ മാത്രം ഭയപ്പെട്ടാൽ പോരാ, അഥവാ UDF-നെ മാത്രം ഭയപ്പെട്ടാൽ പോരാ, ആ സ്ഥാനത്ത് BJP അഥവാ NDA കൂടി കടന്നു വരുന്ന സാഹചര്യമായതിനാൽ തന്നെ ആശങ്കകളേറെയാണ്. അതുകൊണ്ട് തന്നെ പുതുമുഖങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് പൊതുമുഖങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു മത്സരത്തിന് ഇടതുപക്ഷം തയ്യാറാകില്ല എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ നയമാറ്റമെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. പയറ്റി തെളിഞ്ഞ കരുത്ത് തെളിയിച്ച മുതിർന്ന CPM നേതാക്കളെ തന്നെ കളത്തിലിറക്കാൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. എന്നാൽ അതേസമയം തന്നെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചർച്ചകളും അഭ്യൂഹങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ആര്യ രാജേന്ദ്രൻ കളത്തിലിറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ വരുന്ന സാഹചര്യത്തിൽ ഇവയൊന്നും തന്നെ നിഷേധിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രായപരിധി ചർച്ചാ വിഷയമല്ല എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ പ്രതികരിച്ചിരുന്നു. സംസ്ഥാന സമ്മേളനം ആരംഭിക്കാനിരിക്കവെയായിരുന്നു പ്രായപരിധിയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. 75 വയസ്സ് പൂർത്തിയാകാർ വിരമിക്കും എന്ന വാർത്തകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പിണറായി വിജയന് ബാധകമല്ല എന്ന അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു. ആ സാഹചര്യത്തിൽ പിണറായി വിജയന് മാത്രം ഒരു സംരക്ഷണം എന്ന തോതിൽ വലിയ തരത്തിലുള്ള വാർത്തകൾ പരന്നിരുന്നു. അതിനെല്ലാം തന്നെ ഉത്തരം ലഭിക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഈ നയമാറ്റത്തിൽ നിന്ന് തന്നെയാണ്.
മൂന്നാം തവണയും, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം മുന്നോട്ട് വെക്കാൻ പോകുന്ന ഐക്കൺ എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെ ആയിരിക്കാം എന്നുള്ള സൂചനകളാണ് ഈ വാർത്തകളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല SNDPയുടെ നേതാവായ വെള്ളാപ്പള്ളി നടേശനും പലപ്പോഴായി തുറന്നടിച്ച കാര്യം തന്നെയാണ് പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രിയായി വരണമെന്ന്. പലപ്പോഴായി പല സാമുദായിക നേതാക്കളാണെങ്കിലും പല നേതാക്കളാണെങ്കിലും പിണറായി വിജയന്റെ പേര് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഘട്ടം പോലും ഉണ്ടായിരുന്നു എന്നുള്ളതുമെല്ലാം തന്നെ ശ്രദ്ധേയമാണ്. ഇവയെല്ലാം തന്നെ പിണറായി വിജയൻ തന്നെ വീണ്ടും മൂന്നാമതും ഒരു ഐക്കണായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നും, ഇനി അഥവാ മൂന്നാം തവണയും LDF ആണ് വിജയിക്കുന്നതെങ്കിൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളാണ് നൽകുന്നത്.